യുകെയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ഷിപ്പായ MSC വെർച്യൂസയിലാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. 6300-ലധികം യാത്രക്കാരുണ്ട്. അവർക്കുള്ള ബുഫേ റെസ്റ്റോറൻറ്റ് കാണാം. ഇന്ന് ഇന്ത്യൻ ഭക്ഷണത്തിന്റെ സ്പെഷ്യാലിറ്റി ദിവസമാണ്. നമുക്ക് എന്തൊക്കെ ഇന്ത്യൻ ഐറ്റംസ് ആണ് ഉള്ളതെന്ന് നോക്കാം. ഇപ്പോൾ ധാരാളം ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ഈ റെസ്റ്റോറൻറ്റിൽ നമുക്ക് ആവശ്യമുള്ളത് എത്ര തവണ വേണമെങ്കിലും പോയി എടുത്ത് കഴിക്കാവുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓരോ ദിവസവും ഷിപ്പിൽ ഡിന്നറിന് വ്യത്യസ്ത സ്പെഷ്യാലിറ്റിയാണ്. ഇന്ന് ഇന്ത്യൻ സ്പെഷ്യലാണ്. എന്തൊക്കെ ഇന്ത്യൻ ഐറ്റംസ് ആണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. രാവിലെ 6 മണി മുതൽ രാത്രി 10 വരെയാണ് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആവശ്യത്തിന് ഫുഡ് കഴിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളതും. അതിനുശേഷവും രാത്രി 1 മണി വരെ സ്നാക്സും ടീയും ഒക്കെ എപ്പോഴും അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ബുഫേ റെസ്റ്റോറൻറ്റ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അത്ര വലിയൊരു ബുഫേ ഏരിയ ആണുള്ളത്. വലിയ വിശാലമായ ഏരിയ. ഇതേപോലുള്ള നിരവധി റെസ്റ്റോറൻറ്റുകളെല്ലാം കൂടി ചേർന്ന ബുഫേ റെസ്റ്റോറൻ്റ് ആണിത്. സീ ഫുഡ് ധാരാളമായിട്ടുള്ള രാജ്യമാണ് നോർവേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതുപോലെ ഒക്ടോപ്പസ് ഒക്കെ ഇവിടെ വളരെ കോമൺ ആണ്. ഇതൊക്കെ അവരുടെ നോർമൽ ഫുഡിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയാണ്. നമ്മുടെ ഫുഡൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് ഈ ഒരു ഒക്ടോപ്പസിന്. ഇപ്പോൾ ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ വന്നപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുൻപായി തന്നെ ഇത് വീഡിയോയിലാക്കാമെന്ന് കരുതി. ഇപ്പോൾ നമ്മൾ എത്ര നടന്നാലും തീരാത്ത അത്രയും ദൂരത്തിലാണ് ഈ ഒരു ബുഫേ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത്രയധികം പേർക്ക് ഭക്ഷണം നൽകേണ്ടതുള്ളതുകൊണ്ട് തന്നെ വളരെ വിശാലമായ ഏരിയയാണ്. നിരവധി ജോലിക്കാരാണുള്ളത്. എല്ലാം ഇതേപോലെ തന്നെ ഫുഡ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. നമുക്ക് ആവശ്യത്തിന് ഫുഡ് എപ്പോഴും വേണമെങ്കിലും വന്ന് കഴിക്കാവുന്ന രീതിയിൽ, എത്ര തവണ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളതും. അത് ഫുഡ് തീരുന്നതനുസരിച്ച് അവർ ടോപ്പ് അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ നമുക്ക് ഫുഡ് സെർവ് ചെയ്യാനായിട്ട് ആരുമില്ല. ഈ ഒരു ബുഫേ റെസ്റ്റോറൻറ്റിൽ നമ്മളൊരു പ്ലേറ്റ് എടുക്കുക, ആവശ്യത്തിന് ഫുഡ് എടുക്കുക, കഴിക്കുക, വീണ്ടും വേണമെങ്കിൽ വന്ന് വേറെ പ്ലേറ്റ് എടുത്ത് കഴിക്കുക. ആ രീതിയിലാണ്. നമ്മുടെ ടേബിൾ എപ്പോഴും ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ധാരാളം ജോലിക്കാരുണ്ട്. ഒരാഴ്ച ഇത്രയും വലിയൊരു ഷിപ്പിൽ നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് ഓരോ രാജ്യങ്ങളുടെയും സ്പെഷ്യാലിറ്റി ഫുഡ് എൻജോയ് ചെയ്യാനുള്ള അവസരം കൂടിയാണ് ലഭിക്കുക. യുകെയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ഷിപ്പാണ് MSC വെർച്യൂസ. ഇപ്പോൾ നോർവേയിലോട്ടുള്ള യാത്രയാണ്. നമ്മൾ ഇതുപോലുള്ള ക്രൂയിസ് ഷിപ്പുകളിൽ യാത്ര ചെയ്യുമ്പോൾ ഫുഡിന് പ്രത്യേകം ക്യാഷ് നൽകേണ്ടതില്ല. നമ്മളുടെ ആ ഒരു ടിക്കറ്റിനകത്ത് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്യാനും ആവശ്യത്തിന് ഫുഡ് കഴിക്കാനുമുള്ള ആ ഒരു രീതിയിലാണ് ഈ ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഇവിടെ വിശാലമായ റെസ്റ്റോറൻറ്റുകളുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അതല്ലെങ്കിൽ ഫുഡ് എടുത്തുകൊണ്ട് നമ്മുടെ റൂമിലോട്ട് പോകാം. അതല്ലെങ്കിൽ വിശാലമായ ഫ്രീ ഏരിയകളുണ്ട്. എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും ഫുഡ് കഴിക്കാവുന്ന രീതിയിലാണ് യാത്രക്കാർക്കെല്ലാം ഭക്ഷണ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളതും. 6000-ലധികം യാത്രക്കാരുള്ളത് കൊണ്ട് തന്നെ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്. അവർക്കെല്ലാം വ്യത്യസ്ത ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ പലതരം ഫുഡാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്പൈസി ആയിട്ടുള്ള ഫുഡ് വേണമെങ്കിൽ അതിനുള്ള സൗകര്യം. ഇനി വെജിറ്റേറിയൻ ആയിട്ടുള്ളവരാണെങ്കിൽ അതിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുന്നവരും ധാരാളം ഈ ഷിപ്പിലുണ്ട്. ഇനി നോൺ വെജ് വേണമെങ്കിൽ അത് തന്നെ നിരവധി വെറൈറ്റീസ്, 100-ലധികം വെറൈറ്റികളാണ് ഓരോ സമയത്തും നമുക്കിവിടെ കാണാൻ കഴിയുക. കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിമാനങ്ങളിൽ മാത്രം യാത്ര ചെയ്യുകയും ഹോട്ടലുകളിൽ താമസിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു അനുഭവമല്ല അവിടെ കിട്ടുക. ഹോട്ടലുകളിലാണെങ്കിൽ ആ ഒരു റെസ്റ്റോറൻറ്റിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അവിടുത്തെ ബുഫേ റെസ്റ്റോറൻറ്റുകളാണെങ്കിൽ 50-100 ഐറ്റംസ് ആയിരിക്കും പരമാവധി ഉണ്ടാവുക. എന്നാൽ അതിനേക്കാളൊക്കെ അനേകം ഇരട്ടി ഐറ്റംസ് ഫുഡ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലുള്ള വലിയ ഷിപ്പുകളിൽ തന്നെ യാത്ര ചെയ്യണം. വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ് ഈ ഒരു യാത്രയിൽ നമുക്ക് ലഭിച്ചത്. ഇതേപോലെ പോച്ച്ഡ് എഗ്ഗ്, യാതൊരു ഓയിലും ചേർക്കാതെ ഇതേപോലെ എഗ്ഗ് കഴിക്കുന്നവർ, ഇതേപോലെ ഗ്രിൽഡ് ഐറ്റംസ്, ഇത് ഫിഷ് ഗ്രിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, ട്യൂണ ഫിഷ്, അതേപോലെ ഓംലെറ്റ് ഇതേപോലെ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി മിൽക്ക് ആണെങ്കിലും പല ടൈപ്പ് മിൽക്ക്, ചില മിൽക്കിന് അലർജി ഉള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടി സ്പെഷ്യൽ മിൽക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ബർഗറുകളാണെങ്കിൽ പല കൗണ്ടറുകളിൽ പല വെറൈറ്റി ഐറ്റംസ് ആണുള്ളത്. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ, പലതരം മീറ്റ് ചേർത്തത്. ആഫ്റ്റേഴ്സ് ആയിട്ട് പലരും യോഗട്ട് കഴിക്കാറുണ്ട്. പ്ലെയിൻ യോഗട്ടിൽ ഹണി ചേർത്തത്, അതല്ലെങ്കിൽ ബദാമും മറ്റ് ഡ്രൈഡ് ഫ്രൂട്ട്സുകളും ഒക്കെ ചേർത്ത പല ടേസ്റ്റുകളിലുള്ള യോഗട്ടുകൾ. ഫ്രഷ് ജ്യൂസ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ലഭിക്കും. ഇതേപോലുള്ള മെഷീനുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യൂറോപ്പിലും ഇംഗ്ലീഷ് രാജ്യങ്ങളിലൊക്കെ റൈസ് ഒരു പ്രധാന ഐറ്റം അല്ലെങ്കിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലുള്ളവർക്ക് റൈസ് ഒഴിവാക്കാൻ പറ്റാത്ത ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ പല വ്യത്യസ്ത ടേസ്റ്റിലുള്ള റൈസ് ഇവിടെയുണ്ട്. എരിവും മസാലയും ഒക്കെയുള്ള കറികളാണ് നമ്മൾ കേരളത്തിലുള്ളവർ ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള കറികളും ഇവിടെ കാണാൻ കഴിഞ്ഞു. ഇംഗ്ലീഷുകാരുടെ ഭക്ഷണത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ഫിഷ് ആൻഡ് ചിപ്സ്. ഫിഷ് ആൻഡ് ചിപ്സ് മിക്ക ദിവസങ്ങളിലും ഇവിടെയുണ്ട്. ഇതേപോലുള്ള ക്രൂയിസ് യാത്രകളിൽ ഏറ്റവും പ്രധാന അട്രാക്ഷൻ ഫുഡും അതുപോലെ ഡ്രിങ്ക്സുമാണ്. ഇപ്പോൾ ആൽക്കഹോൾ ഐറ്റംസ് ആണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ മദ്യം കഴിക്കാത്തത് കൊണ്ട് തന്നെ അത്തരമൊരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തിരുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള ഫ്രഷ് ജ്യൂസ് ഐറ്റംസും ഫ്രൂട്ട്സും ഒക്കെ ധാരാളം എപ്പോഴും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഹെൽത്തി ആയി ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ധാരാളം സാധ്യതകൾ കൂടിയാണ് ഈ ഒരു ക്രൂയിസ് ഷിപ്പിലുള്ളത്. ഇത്രയധികം വെറൈറ്റി ഫുഡ് ഇവിടെ ഉള്ളപ്പോൾ നമുക്ക് കുറച്ച് ഐറ്റംസ് മാത്രമേ ട്രൈ ചെയ്യാനായിട്ട് പലപ്പോഴും കഴിയൂ. കാരണം 100 കണക്കിന് ഐറ്റംസ്
ഒന്നും നമുക്ക് ഒരേ സമയം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ 10-20 ഐറ്റംസ് കുറേശ്ശെ എടുത്ത് നമുക്ക് കഴിക്കാൻ മാത്രമേ ഇത്തരമൊരു യാത്രയിൽ ആർക്കും സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഒരു സൈഡിൽ നിന്ന് നടന്നു തുടങ്ങിയതാണ്. പകുതി സ്ഥലം പോലും എത്തിയിട്ടില്ല. ഇനിയും ദൂരം ഒരുപാട് കിടക്കുന്നു. ഇത് ഇവിടുത്തെ ബുഫേ റെസ്റ്റോറൻ്റ് ആണ്. അതുകൂടാതെ 10-ലധികം റെസ്റ്റോറൻറ്റുകൾ വേറെയുമുണ്ട്. ഇനി നമുക്ക് ബുഫേ റെസ്റ്റോറൻറ്റ് വേണ്ട വെയിറ്റേഴ്സ് ഫുഡ് കൊണ്ടുവന്ന് തരണമെങ്കിൽ അതിനുള്ള ഓപ്ഷനുമുണ്ട്. അതിനായി നമുക്കൊരു റെസ്റ്റോറൻറ്റ് അവർ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ രാത്രിയിൽ പോയി നമുക്ക് ഡിന്നർ കഴിക്കാം. നമ്മൾ ഓർഡർ ചെയ്യുന്ന ഫുഡ് വെയിറ്റേഴ്സ് കൊണ്ടുവന്ന് തരും. അതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പ്രത്യേകിച്ച് യാതൊരു ക്യാഷും നൽകേണ്ടതില്ല. ഇതേപോലെ ഇന്ത്യൻ ഐറ്റംസും ധാരാളമായിട്ട് നമുക്കിവിടെ കാണാം. ഇതേപോലെ ചീസൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നവരാണ് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവർ. അതുകൂടാതെ നൂഡിൽസ് ഐറ്റംസും ധാരാളമായിട്ടുണ്ട്. ഇതേപോലെ ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ധാരാളം വെറൈറ്റി കേക്കുകൾ ഇവിടെ കാണാൻ കഴിഞ്ഞു. മീറ്റ് ഐറ്റംസ് ആണെങ്കിൽ ഗ്രിൽഡ് വെറൈറ്റീസിനാണ് കൂടുതൽ പ്രാധാന്യം. അതിന് പ്രധാന കാരണം ഓയിൽ കുറവുള്ള രീതിയിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുക. ഗ്രിൽഡ് പോർക്കും ഗ്രിൽഡ് ബീഫും തുടങ്ങി ധാരാളം മീറ്റ് ഐറ്റംസ് ഇവിടെയുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ചട്നി ഉപയോഗിക്കുന്നത് പോലെ പലതരം ക്രീമുകൾ പോലുള്ള ഐറ്റംസ് ഇവർ ഉപയോഗിക്കുന്നു. അതുകൂടാതെ യോഗർട്ടും മറ്റ് ഫ്രൂട്ട് സലാഡുകളും ധാരാളമായി കഴിക്കുന്നവരാണ് യൂറോപ്യൻ രാജ്യക്കാർ. ഇതേപോലെയാണ് റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഒരു സൈഡിൽ മുഴുവൻ ഇതുപോലെ റെസ്റ്റോറൻ്റ് ആണ്. ഈ ഷിപ്പിന്റെ 15ാം നിലയിലാണ് ഇതുള്ളത്. ഇവിടെ ഇരുന്നുകൊണ്ട് ഫുഡ് കഴിച്ചുകൊണ്ട് കടൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ധാരാളം പേര് ഇപ്പോൾ റെസ്റ്റോറൻറ്റിലുണ്ട്. ഉച്ച സമയമായിരിക്കുന്നു. എത്ര തിരക്ക് വന്നു കഴിഞ്ഞാലും മാനേജ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഏരിയയാണ് റെസ്റ്റോറൻറ്റുകൾക്കായി ഇവിടെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും റെസ്റ്റോറൻറ്റിൽ കാര്യമായ തിരക്കൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. വിശാലമായ ഏരിയ ആയതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലായി നിരവധി പേർ ഒരേ സമയം ഭക്ഷണം കഴിക്കുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇതേപോലെ ബീൻസ് കഴിക്കുന്നത് ഇംഗ്ലീഷുകാരുടെ ഒരു ശീലമാണ്. അതേപോലെ ബ്രെഡും ബുൾസയും കഴിക്കുന്നത് വളരെ കോമൺ ആണ് ഇംഗ്ലീഷുകാർക്കിടയിൽ. സോസേജും ബേക്കണും എല്ലാം ചേർത്ത് ബ്രെഡ് കൂട്ടി കഴിക്കുന്ന രീതിയാണുള്ളത്. ഇതേപോലെ വെജിറ്റബിൾ ഒക്കെ മിക്സ് ചെയ്ത റൈസ് ഐറ്റംസ് ഇവിടെയുണ്ട്. നല്ല ടേസ്റ്റി ആയിരുന്നത്. ഓരോ രാജ്യത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണ് ബുഫേ റെസ്റ്റോറൻറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ മട്ടൺ കഴിക്കുന്നത് പോലെ ഇംഗ്ലീഷുകാർക്കിടയിൽ ലാമ്പാണ് കഴിക്കുന്നത്. ഒരു വർഷത്തിൽ താഴെ പ്രായമുള്ള ആടാണ് ലാമ്പ്. അതിൻ്റെ മീറ്റ് ചെറുതായി കട്ട് ചെയ്ത് ഗ്രില്ല് ചെയ്താണ് പ്രധാനമായിട്ടും കഴിക്കുന്നത്. ഇതേപോലെ ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ചിക്കൻ കറി ഉണ്ടാക്കിയതാണ് മസാലയിൽ ചേർത്ത്. എന്നാൽ നമ്മുടെ നാട്ടിലെ ചിക്കൻ കറിയുടെ ആ ടേസ്റ്റ് ഒന്നും ഇതിനില്ല. ഇത് റോസ്റ്റഡ് ചിക്കൻ നമുക്ക് എടുക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൂടാതെ ഹാമും ചിക്കൻ്റെ മറ്റ് ഐറ്റംസും ഇവിടെ കാണാം. യൂറോപ്യൻ രാജ്യങ്ങളിൽ മീറ്റിനോടൊപ്പം ഇതേപോലുള്ള എരിവ് ചേർത്ത ഒലിവ് ഓയിൽ കഴിക്കാറുണ്ട്. ഇതുപോലുള്ള പലതരം സോസുകൾ, പിന്നെ ഇതുപോലുള്ള ധാരാളം ചീസ് ഐറ്റംസും എപ്പോഴും ഭക്ഷണത്തിൻ്റെ കൂടെ കാണാം. ധാരാളം വെറൈറ്റി ചീസും അതുകൂടാതെ ഉണങ്ങിയ ഇതുപോലുള്ള മീറ്റ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഏഷ്യൻ രാജ്യങ്ങളിലുള്ള യാത്രക്കാർക്ക് വേണ്ടി പ്രത്യേകം മസാല ചേർത്ത ഫുഡ് ഇവിടെ അവൈലബിൾ ആണ്. ഇത് ചിക്കനും മട്ടനും ബീഫും ഒക്കെ മസാല ചേർത്ത് പ്രിപ്പയർ ചെയ്തത്. അതുകൂടാതെ വെജിറ്റബിൾ കറിയും പയർ തോരനും പയർ കറിയും ഒക്കെ ഇതേപോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവർ പ്രധാനമായിട്ടും നല്ല ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുന്നവരാണ്. എന്ത് മീറ്റ് കഴിച്ചു കഴിഞ്ഞാലും അതിനുശേഷം അവർ ഇതേപോലെ ധാരാളം സലാഡുകൾ കഴിക്കും, വെജിറ്റബിൾസ് കഴിക്കും. അത് റോ ആയിട്ട് തന്നെ കുക്ക് ചെയ്യാത്ത വെജിറ്റബിളാണ് കൂടുതലായിട്ടും അവർ കഴിക്കുക. അതുകൊണ്ട് തന്നെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി പ്രധാനമായും അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇതാണ്. അവരുടെ ഭക്ഷണത്തിൽ കൂടുതലായി വെജിറ്റബിൾ ഉൾപ്പെടുത്തുക. ഇതേപോലുള്ള ബ്രെഡുകളൊക്കെ ധാരാളമായിട്ട് അവർ കഴിക്കും, ചീസും കഴിക്കും. എന്നാൽ മസാല ചേർത്ത ഇതുപോലുള്ള ഫുഡ് നമ്മളാണ് പ്രധാനമായിട്ടും കഴിക്കുക. ഇത് ബീഫ് കറിയാണ്. നല്ല ടേസ്റ്റുള്ള ബീഫ് കറി തന്നെയായിരുന്നു. നമ്മുടെ നാട്ടിൽ നമ്മൾ കളയുന്ന പല ഫുഡും ഇവിടുത്തെ 5 സ്റ്റാർ ഫുഡാണ്. പ്രത്യേകിച്ചും മത്തങ്ങയുടെ അരി, അതേപോലുള്ള പലതരം സീഡ്സ് ധാരാളമായിട്ട് ഇവർ കഴിക്കും. ഇതേപോലെ ഫ്രഷ് ഹണിയും ഇവർ ആഫ്റ്റേഴ്സ് ആയിട്ട് കഴിക്കാറുണ്ട്. എന്നാൽ അത് യോഗർട്ടിൻ്റെ കൂടെയാണ് ഇതേപോലെ ഹണി ചേർത്ത് കഴിക്കുക. ചായയിലും ധാരാളമായിട്ട് ഇവർ ഹണി ഉപയോഗിക്കുന്നവരാണ്. ഇതേപോലുള്ള ബ്രെഡ് വളരെ കോമൺ ആയിട്ട് എല്ലാ സമയത്തും കഴിക്കുന്നവരാണ് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവർ.
യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഇതേപോലെ ഗ്രിൽഡ് ടൊമാറ്റോസ് വളരെ കോമൺ ആയിട്ട് കാണാം. ഫിൻലൻഡിലാണെങ്കിലും ഡെൻമാർക്കിലാണെങ്കിലും ഒക്കെ ധാരാളം ഗ്രിൽഡ് ടൊമാറ്റോസ് കഴിക്കുന്നു. അതുകൂടാതെ മറ്റ് ചീസ് ചേർത്ത ഇതുപോലുള്ള ധാരാളം വെറൈറ്റി ഐറ്റംസും ഉണ്ടാകും. ടോസ്റ്റ് പോലെ തന്നെ ബ്രെഡ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത ഐറ്റംസ് ഇവിടെയുണ്ട്. സോസേജിനൊപ്പം ഇതേപോലുള്ള ഫ്രൈഡ് ബ്രെഡും ഇവർ കഴിക്കാറുണ്ട്. ഇതേപോലെ അപ്പം പോലെയുള്ള ഐറ്റംസാണിത്. ചെറിയൊരു മധുരമുണ്ട്. അതുകൂടാതെ അതിനുള്ളിൽ ഡ്രൈഡ് ഗ്രേപ്സും ഇതിനുള്ളിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അതിന്. ഇതേപോലെ ബേക്കറി ഐറ്റംസ് ബ്രെഡിന് വേണ്ടി തന്നെ പ്രത്യേക ഒരു ഏരിയ തന്നെയുണ്ട്. അവിടെ വന്ന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതേപോലെയുള്ള പലതരത്തിലുള്ള ബ്രെഡ് സെലക്ട് ചെയ്യാം. ഇംഗ്ലീഷുകാർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ഐറ്റമാണ് ബ്രെഡ്. ബ്രെഡിനോടൊപ്പം തന്നെ അവർ പല മീറ്റ് ഐറ്റംസും കഴിക്കും. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. നമ്മൾ എന്തെങ്കിലും ഒരു ഐറ്റം ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ അധികം കൊണ്ടുവരുന്ന രീതിയാണുള്ളത്. ഞാനൊരു ലൈം ചോദിച്ചപ്പോൾ എനിക്കൊരു ബൗൾ നിറയെ ലൈൻ കട്ട് ചെയ്ത് അവർ കൊണ്ടുവന്നു. ഇവിടെ ഇന്ത്യൻ ബിരിയാണിയും ഉണ്ടാക്കി. ഇതേപോലെയാണ് ഇന്ത്യൻ ബിരിയാണി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി തന്നെയായിരുന്നു. ഇത് ഒരു സ്പെഷ്യൽ സ്പാനിഷ് ഐറ്റം. ഷെൽഫിഷ് എല്ലാം ചേർത്ത് റൈസ് കുക്ക് ചെയ്യുന്ന രീതിയാണുള്ളത്. അതോടൊപ്പം ഗ്രിൽഡ് ബീഫും. യൂറോപ്പിലെ ധാരാളം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് സ്ട്രോബെറീസ്. ധാരാളം സ്ട്രോബെറീസ് ഇവിടെ കാണാം. യൂറോപ്പിൽ വളരുന്ന പ്രധാന ഫ്രൂട്ട്സ് ആണ് ഇവയെല്ലാം. ധാരാളം ആപ്പിളും പേഴ്സും ഉൾപ്പെടെയുള്ള ഫ്രൂട്ട്സ് ഇവിടെയുണ്ട്. തണ്ണിമത്തൻ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫ്രൂട്ട്സും ധാരാളമായി ഇവിടെ കണ്ടു. ായിരത്തിലധികം യാത്രക്കാർ സഞ്ചരിക്കുന്ന ഒരു ഷിപ്പാണ്. അതുകൊണ്ട് തന്നെ ഫുഡ് പോയിസൺ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ഫുഡ് ഡ്രോപ്പ് ആവുകയോ പാത്രത്തിൽ നിന്ന് ഏതെങ്കിലും ഫുഡ് താഴെ ചാടിക്കിടക്കുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക സ്റ്റാഫാണുള്ളത്. ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ഹൈജീനിക്കായി ഫുഡെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അതിനായി പ്രത്യേകം സൂപ്പർവൈസേഴ്സിനെ ഒക്കെ നമുക്കിവിടെ എപ്പോഴും കാണാം. കേരളത്തിൽ നിന്നുള്ള യാത്രക്കാരെ ഒന്നും ഈ ഷിപ്പിൽ കണ്ടില്ലെങ്കിലും ഇപ്പോൾ മലബാർ ഫിഷ് കറി ഇവിടെ കാണാൻ കഴിഞ്ഞു. കേരളത്തിൻ്റെ തനതായ ടേസ്റ്റിലുള്ള മലബാർ ഫിഷ് കറിയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഞാനതെടുത്ത് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റായിരുന്നു. അതേപോലെ തന്നെ മസാല ചേർത്ത മദ്രാസ് ബീഫ് കറിയാണിത്. നന്നായിട്ട് ബീഫ് കറി മസാലയൊക്കെ ചേർത്ത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നു. അല്പം വലിയ പീസായിട്ടാണ് കറി വെച്ചിരിക്കുന്നത്. എങ്കിലും നമ്മുടെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇവിടെ ഫീൽ ചെയ്തതും. സീ ഫുഡ് വെറൈറ്റീസ് ധാരാളമുള്ള രാജ്യമാണ് നോർവേ. കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണെങ്കിലും ഇതേപോലെ ബുഫേ ആയിട്ട് വെച്ചിരിക്കുകയാണ്. ധാരാളം ചെമ്മീനുകൾ നമുക്ക് ആവശ്യത്തിനടുത്ത് കഴിക്കാവുന്ന രീതിയിൽ എപ്പോഴും അവർ ടോപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
മറ്റ് ട്രാൻസ്പോർട്ടേഷനെ അപേക്ഷിച്ച് ക്രൂയിസ് യാത്ര എന്നുള്ളത് എക്സ്പെൻസീവ് അല്ല. ഇപ്പോൾ വിമാനത്തിലൊക്കെയാണ് നമ്മൾ നോർവേയിലോട്ട് യാത്ര ചെയ്യുന്നതെങ്കിൽ 2 പേർക്ക് ഒരാഴ്ച താമസിക്കുന്നതിന് ഏകദേശം 3000 പൗണ്ടിൽ മേലെയാകുമെങ്കിൽ നമ്മൾ ഒരാഴ്ച ഇത്രയും ഒരു 5 സ്റ്റാർ ഫെസിലിറ്റിയിൽ ഈ ഒരു ക്രൂയിസ് ഷിപ്പിൽ താമസിക്കുന്നതിന് അൺലിമിറ്റഡ് ഫുഡ് ഓപ്ഷനിൽ നമുക്ക് താമസിക്കുന്നതിന് വേണ്ടി 2 പേർക്ക് 2500 പൗണ്ടിൽ താഴെ മാത്രമേ ചിലവായുള്ളൂ. നമ്മൾ ബാൽക്കണി ഓപ്ഷൻ എടുത്തുകൊണ്ടാണ് ഇത്രയും ക്യാഷ് ആയത്. ഇനി ബാൽക്കണിയല്ല, ഇൻറ്റീരിയർ സാധാരണ റൂമാണെങ്കിൽ ഒരു 1500 പൗണ്ടിന് 2 പേർക്ക് ഒരാഴ്ച കാലത്തെ ഹോളിഡേ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുകളാണ് ക്രൂയിസ് ഷിപ്പുകൾ നൽകുന്നത്. അൺലിമിറ്റഡ് ഫുഡ് ഓപ്ഷനിൽ നമ്മൾ ഒരു രാജ്യത്ത് പോയി താമസിച്ചാൽ ഇതിൽ കൂടുതൽ ക്യാഷ് ചിലവാകും. പ്രത്യേകിച്ചും പ്രായമായവർക്കും വിമാനത്തിൽ കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഒക്കെ ക്രൂയിസ് ഷിപ്പിൽ യാത്ര ചെയ്യുക തന്നെയാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇവിടെ ഓരോ ദിവസം ഇതേപോലെ ഓരോ സ്പെഷ്യാലിറ്റിയാണ്. ഇന്ന് ഇറ്റാലിയനാണ്. ഇതേപോലെ വെജിറ്റബിളൊക്കെ ഗ്രിൽഡ് ചെയ്ത ഐറ്റംസ് ആണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. അതുകൂടാതെ ഗ്രില്ല് ചെയ്ത മറ്റ് മീറ്റ് ഐറ്റംസ്, ബീഫ്, ഇതേപോലെ ടൂണ ഫ്രൈ ചെയ്തത്, ഇതുപോലുള്ള നിരവധി സ്പെഷ്യാലിറ്റി ഐറ്റംസാണ് ഇപ്പോൾ ഉള്ളത്. ഇത്രയധികം പേർ യാത്ര ചെയ്യുന്ന ഒരു ഷിപ്പായതുകൊണ്ട് തന്നെയാണ് ഇത്രയും നടന്നിട്ടും ഫുഡ് ഐറ്റംസ് ഒന്നും തീരാത്തത്. ഇനിയും ഒരുപാട് ഫുഡ് ഇനിയും കാണാനുണ്ട്. ഓരോ ദിവസവും വ്യത്യസ്ത ഐറ്റംസ് ആണ് ഇവർ പ്രിപ്പയർ ചെയ്യുന്നതും. എപ്പോഴും ഇതേപോലെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ധാരാളം ഐറ്റംസും വെറൈറ്റീസും ഒക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എക്സ്പീരിയൻസ് കൂടിയാണ് ക്രൂയിസ് ഷിപ്പിൽ യാത്ര ചെയ്യുക എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെക്കമെൻഡബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ക്രൂയിസ് യാത്ര എന്നുള്ളത്. വിദേശ രാജ്യങ്ങളിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ക്രൂയിസ് യാത്ര എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഷിപ്പിൽ യാത്ര ചെയ്യുന്നത് അത്ര സാധാരണമല്ല. വിമാനങ്ങളിലും ട്രെയിനുകളിലും ഒക്കെയാണ് നമ്മൾ പ്രധാനമായും യാത്ര ചെയ്യുന്നതെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇംഗ്ലീഷ് രാജ്യങ്ങളിലും ഉള്ളവർ ക്രൂയിസ് ഷിപ്പിൽ യാത്ര ചെയ്യുന്നത് വളരെ സാധാരണമാണ്. യുകെയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ഷിപ്പായ MSC വെർച്യൂസയിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും ഇത് റെക്കമെൻഡബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ്. അവരുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. പലരും 1 വർഷം മുൻപേ തന്നെ ഹോളിഡേ യാത്രകൾ ഈ ഷിപ്പിൽ ബുക്ക് ചെയ്യാറുണ്ട്. ഞാൻ 3 മാസം മുൻപാണ് ഈ ഒരു യാത്ര ബുക്ക് ചെയ്തത്. പെട്ടെന്ന് തൊട്ടടുത്ത ദിവസം പോകുന്നതിന് വേണ്ടിയുള്ള ഓപ്ഷനുകളൊന്നും ഉണ്ടാകാറില്ല. ചില സമയത്ത് ക്യാൻസലേഷനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ചീപ്പായി യാത്ര ചെയ്യാൻ പറ്റുന്ന ധാരാളം ഓപ്ഷനുകളും ലാസ്റ്റ് മിനിറ്റിൽ കിട്ടാറുണ്ട്. നമ്മുടെ ജീവിത രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇംഗ്ലീഷുകാരുടേത്. അവർ ഹോളിഡേക്ക് കൂടുതൽ സമയം കണ്ടെത്തുന്നു. ഫുൾ ടൈം ജോലി ചെയ്യുന്നവരാണെങ്കിലും ആനുവൽ ലീവിൻ്റെ സമയത്ത് പരമാവധി രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യുന്നതിന് അവർ പ്രാധാന്യം നൽകുന്നു. ഹോളിഡേക്ക് മുഖ്യ പ്രാധാന്യം നൽകുന്നുള്ളതുകൊണ്ട് തന്നെ വിമാനങ്ങളിലും ഷിപ്പുകളിലുമൊക്കെ ഇംഗ്ലീഷുകാരെ ധാരാളമായി നമുക്ക് കാണാം. മക്കൾക്ക് വേണ്ടി പണം സമ്പാദിക്കുന്ന രീതിയല്ല ഇംഗ്ലീഷ് രാജ്യങ്ങളിലുള്ളത്. മക്കൾ വലുതാവുമ്പോൾ അവർ കേപ്പബിൾ ആണെന്നും അവർ തനിയെ സമ്പാദിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് എന്ന വിശ്വാസമാണ് ഇംഗ്ലീഷ് രാജ്യങ്ങളിലുള്ളത്. അതുകൊണ്ട് തന്നെ അവർ സമ്പാദിക്കുന്ന പണം അവർ തന്നെ ചെലവാക്കുന്ന രീതിയാണ് പൊതുവെ കാണാനാവുക. എത്ര മില്യനേഴ്സ് ആണെങ്കിലും അവരുടെ കുട്ടികളെ ജോലി ചെയ്യാൻ പഠിപ്പിക്കുന്നു, അസാധാരണക്കാരായി വളരാൻ അവരെ പഠിപ്പിക്കുന്നു. ആ രീതിയാണ് ഇംഗ്ലീഷ് രാജ്യങ്ങളിലെല്ലാം ഉള്ളത്. ഒരു ഷിപ്പിൻ്റെ ഉൾവശമാണെങ്കിലും നടന്നാൽ തീരാത്ത അത്രയും ഫുഡിൻ്റെ ഒരു ലോകത്തിലെത്തിയ ഒരു അനുഭവമാണ് നമുക്കിവിടെ വന്നപ്പോൾ കിട്ടിയത്. ധാരാളം വെറൈറ്റി ഫുഡെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് പറ്റുന്ന എത്രയും കഴിക്കാനും ടേസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിൽ ഇതുപോലെ ഫുഡ് കാണാനും എൻജോയ് ചെയ്യാനും പറ്റുന്ന നല്ലൊരു അനുഭവം തന്നെയായിരിക്കും ഈ ഒരു യാത്ര നമുക്കെല്ലാം നൽകുക. പല രാജ്യങ്ങളിലോട്ട് പല ക്രൂയിസ് കമ്പനികളുടെ ഷിപ്പ് സതാംപ്ടണിൽ നിന്നും ഡോവറിൽ നിന്നും എല്ലാം യാത്ര ചെയ്യുന്നുണ്ട്. ക്രൂയിസിൽ ബുക്ക് ചെയ്യുമ്പോൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക. ഏജൻസി വഴി ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റായി ഓൺലൈൻ വെബ്സൈറ്റുകൾ നോക്കി ഏറ്റവും ചിലവ് കുറഞ്ഞ ഓപ്ഷനിൽ ബുക്ക് ചെയ്യുക തന്നെയാണ് ഏറ്റവും നല്ലത്. ധാരാളം ഏജൻസികളുണ്ട് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി. അധികം എക്സ്പെൻസീവ് അല്ലാത്ത രീതിയിൽ ബുക്ക് ചെയ്യുന്ന ഏജൻസികളാണെങ്കിൽ അവർ വഴി ബുക്ക് ചെയ്യുകയാണെങ്കിലും നല്ലത് തന്നെ.
വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു രാജ്യത്തെത്താമെങ്കിലും ഏറ്റവും അധികം ബോറിംഗ് ആയിട്ടുള്ളൊരു യാത്രയാണ് വിമാനയാത്ര. എപ്പോഴും വെറുതെ ഇരിക്കണം. എന്നാൽ ഷിപ്പിലാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നടക്കാനുള്ള സൗകര്യം, ജിമ്മിൽ പോകാം, സ്വിമ്മിംഗ് പൂളിൽ പോകാം, ഷോപ്പിംഗ് സ്ട്രീറ്റുകളിലൂടെ നമുക്ക് നടക്കാം, തിയേറ്ററുകളിലൊക്കെ നമുക്ക് പോയി സമയം ചെലവഴിക്കാം. ഇതേപോലെ സാധാരണ ജീവിത രീതി എല്ലാം നിലനിൽക്കുന്ന ഒരു ഏരിയയാണ് ഷിപ്പ്. ഇതുപോലെ ഫുഡ് ഏരിയകളിലാണെങ്കിലും നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇതേപോലെ സമയം സ്പെൻഡ് ചെയ്യാനും ഒട്ടും ബോറടിക്കാതെ ഒരു ദിവസം മുഴുവൻ കടന്നു പോകുന്ന രീതിയിലാണ് എല്ലാ പ്രോഗ്രാമുകളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സാധാരണ ഇതുപോലുള്ള യാത്രകളിൽ ധാരാളം മലയാളികളെയൊക്കെ നമ്മൾ കാണുന്നതാണ്. എന്നാൽ ഇപ്പോൾ സ്കൂൾ ഹോളിഡേയ്സ് എല്ലാം കഴിഞ്ഞതുകൊണ്ട് മലയാളികളുടെ സാന്നിധ്യം ഈ ഷിപ്പിലില്ലായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലും ഇംഗ്ലീഷ് രാജ്യങ്ങളിലുമുള്ളവരാണ് പ്രധാനമായും ഈ ഷിപ്പിലുള്ളത്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും UK വന്ന് അവിടെ നിന്ന് ഷിപ്പിൽ യാത്ര ചെയ്ത നല്ലൊരു ശതമാനം പേരുമുണ്ടായിരുന്നു. വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2-3 ദിവസക്കാലത്തെ ചെറിയ ഷോർട്ട് ഹോളിഡേയ്സിന് വേണമെങ്കിലും പോകാമെങ്കിൽ ക്രൂയിസ് യാത്രയിൽ ഒരു 7 ദിവസമെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. മിക്ക ക്രൂയിസ് യാത്രകളും 7 നൈറ്റ്സെങ്കിലും ഉള്ളവയാണ്. ഇതേപോലെ ധാരാളം ഫ്രഷ് ഫ്രൂട്ട്സുകളെല്ലാം എപ്പോഴും ഡിസ്പ്ലേ പോലെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനെടുത്ത് കഴിക്കാം. അത് റീഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ചായയും കോഫിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ മെഷീനുകൾ എപ്പോഴും ഉണ്ട്. ജ്യൂസ് ആണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് പ്രിപ്പയർ ചെയ്യാം. ഇതേപോലെ ധാരാളം വെറൈറ്റി ആഫ്റ്റേഴ്സും ഉണ്ട്. കേക്കിൻ്റെ ധാരാളം ഐറ്റംസ് ഇവിടെ കാണാൻ കഴിഞ്ഞു. അതുകൂടാതെ മിക്കവരും തന്നെ കഴിക്കുന്നത് ഇതേപോലെ ഫ്രൂട്ട് ഐറ്റംസ് ആണ്. അതിൽ ഹണി ഒഴിച്ച് കഴിക്കും, അതല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഡയറക്റ്റായിട്ട് അവർ കഴിക്കും. ഈ രീതിയിൽ ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിളും കഴിക്കുന്ന രീതിയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളത്. ഇനി ബ്രെഡ് ആണെങ്കിലും അതിൻ്റെ കൂടെ ധാരാളം വെജിറ്റബിൾസും മീറ്റും ഒക്കെ കഴിക്കുന്ന രീതി തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പൊതുവെ കാണാനാവുക. ഇതേപോലെ മധുരമുള്ള പലതരം വെറൈറ്റി ആഫ്റ്റേഴ്സും ഇവിടെ എപ്പോഴും ഉണ്ടാകും. ഫ്രൂട്ട്സാണ് പ്രധാനമായും കൂടുതൽ പേരും കഴിക്കുന്നത്. ഇതേപോലെ ഗ്രിൽഡ് ഐറ്റംസിനും കൂടുതൽ അവർ പ്രാധാന്യം നൽകുന്നു. മറ്റ് കറി ഐറ്റംസിനേക്കാൾ കൂടുതലും ഗ്രിൽഡ് ഐറ്റംസാണ് കഴിക്കുക. ഇതേപോലെ ബോയിൽ ചെയ്തിരിക്കുന്ന വെജിറ്റബിളും ധാരാളമായുണ്ട്. വെജിറ്റബിൾ മസാല ചേർത്ത് കഴിക്കുന്നതിന് പകരം ബോയിൽ ചെയ്ത് കഴിക്കുന്നു. ഗ്രിൽഡ് ഐറ്റംസ് ഇതേപോലെ സോസ് ചേർത്ത് കഴിക്കുന്ന രീതിയുമുണ്ട്. ഇതേപോലെ ധാരാളം ഫുഡ് ഇവിടെ അവൈലബിൾ ആണെങ്കിലും വീട്ടിൽ തിരിച്ചെത്തി പുട്ടും കടലയും കഴിച്ചപ്പോഴാണ് നമുക്കൊരു സന്തോഷമായത്. കേരളത്തിൻ്റെ അതേ ഫുഡ് കഴിച്ച ആ ഒരു സംതൃപ്തി. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.